ഗായ്സ് ഇതാണ് നമ്മുടെ ദേവാസ്. ഇതാണ് എന്താ ഇപ്പോ മൈൻക്രാഫ്റ്റില് മലയാളം കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് സർവൈവൽസ്. ഡിസ്കോഡ് കോളിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാര്യം വിശദീകരിച്ചു തരാം. സോ ബേസിക്കലി ഞാനും എൻ്റെ 2 ടീമേഴ്സ് കൂടി വീടുണ്ടാക്കിക്കണു. പക്ഷേ വീടുണ്ടാക്കണ പാട്ട് പ്രറ്റി ബോറിംഗ് ആയതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്തില്ല. ആദ്യം കാണിക്കുന്ന വീട് സൂപ്പർ ബോംബിൻ്റെയും, പിന്നെ നേറ്റലാറ്റിൻ്റെയും, പിന്നെ എൻ്റെയും. ഈ കാണുന്ന ബാംബു വെച്ചിട്ടുള്ളതൊക്കെയാണ് സൂപ്പർ ബോംബിന്റെ ഇതാണ് നേറ്റലാറ്റിന്റെ വീട്. ഇതാണ് എന്താ ഏറ്റവും അടിപൊളി വീട് പറയുകയാണെങ്കിൽ എന്റെ. പിന്നെ വരുന്നത് നേറ്റലാറ്റ്, പിന്നെയാണ് സൂപ്പർ ബോംബ്. നേറ്റലാറ്റിന്റെ വീട് പറയുന്നത് വെള്ള. ഞാൻ ഏറ്റവും എന്താ ലാസ്റ്റ് സൂപ്പർ ബോംബിന്റെ വീട് പറയാൻ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ കാഴ്ചന്റെ വീട്ടിലേക്ക് പോവുക. എന്റെ വീടാണ് ഏറ്റവും മനോഹരമായ വീട്. ആകെ പ്രശ്നം ഇന്റീരിയർ മാത്രം ഉണ്ടായി. ഇന്റീരിയർ മാത്രമാണ് ചെറിയ പ്രശ്നം. കാരണം അത് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളും. ഫാമൊന്നും കാണിച്ച് അധികം ടൈം കളയേണ്ട വിചാരിച്ചു. ട്രയൽ ചേമ്പർ പോകുന്നതിന് മുന്നേ ഈ സെർവറിൽ മനോഹരമായ ഷോപ്പ് ഐലൻഡ് ഉണ്ട് സ്പോണിൽ. ആദ്യം അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ സ്പോൺ ബിൽഡിങ്സ് ഒക്കെ കാണിച്ചു തരാം. സ്പോണിന്റെ എന്താ ഷോപ്പുകളും ഞങ്ങളുടെയാണ് ഏറ്റവും മനോഹരമായ ഷോപ്പ്. അത് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ പാലത്തിന്റെ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്താട്ടോ. പോളാ അവിടുന്ന് കള്ളം പറയേ. അപ്പൊ ഈ കാണുന്നതാണ് എന്താ എൻചാന്റഡ് ബുക്കിലെ കാണാ. അതാണ് നമ്മുടെ ടീമേറ്റ്. ഇവിടെ ഉണ്ടോ? ഈ കാണാനാണ് നമ്മുടെ ടീമേറ്റ്. എന്താ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പിയറും ഇവനാണ്. പിന്നെ നമ്മളെ ഇവിടെ എന്താ പരിപാടിയാ? ആ ശരിയല്ലേ, ബുക്കാടേക്ക്. പിന്നെ വേറെ എന്താ പരിപാടി? ബുക്ക് ഷോപ്പ് നമ്മുടെ സർവറിന്റെ ഓണർ. സർവറിന്റെ ഓണറുടെ ആണത്. ആ സ്നൈപ്പറാ. ഇതാണ് ആർമർ കട. ഇതൊക്കെ അറിയണോ? ഇത് നോക്കാൻ നിൽക്കുന്നത്. ഇതിനൊരു സിനിമാറ്റിക് ലുക്കായിട്ട് കാണിച്ചാൽ ഇതിപ്പോ എങ്ങനെ തോപ്പാക്കി. ആ ഇത് നോക്കൂ ഗായ്സ്, ഇത് നോക്കൂ. നമ്മള് ഇപ്പൊ ശ്രദ്ധിക്കാത്ത ഇനിയാണ് കാണാൻ പോണ പോലെ. പകുതി മുക്കാ കാര്യങ്ങളും ചെയ്തത് ഞാനും സൂപ്പർ ഓമൻ തന്നെ ചെയ്തു. പിന്നെ ഇതാണ് ഇതിന്റെ അകത്തുള്ള ബൈക്കോട് അതൊക്കെ ഉണ്ടാകാം. ഇന്ത് ഷോപ്പ് ഇതൊക്കെ ഇവിടുന്ന ഇതൊക്കെ ആരുണ്ടാക്കി? അവിടെ ഇതാണോ മറ്റേ ടോട്ടം ഷോപ്പിന്റെ ടോട്ടം അതെന്താ ഐറ്റം ഫ്രെയിമിന്റെ പുതിയ സാധനം? ഇതാ മറ്റേ ഷെൽഫ്. ഞാൻ എപ്പോഴാലും ഇത് കാണുന്നു. അവിടെ ഇന്ത്യയിൽ ഒരു ബഗ്ഗാണ്. ലാഡർ കയറാൻ പറ്റില്ല അല്ലേ? കേറുണ്ടല്ലോ. എന്നിട്ട് അതോ പറ്റില്ലേ? എന്താ ഈ അവിടെ ഡാൻസ് കളിക്കും? ഇറങ്ങാ കയറിയായിട്ടില്ല. ഞാൻ ബ്ലോക്ക് വെക്കേണ്ട ആവശ്യം. എടാ എവിടെ ടോട്ടം? ഷോപ്പിംഗ് ഡേ എത്ര സാധനം വാങ്ങിക്കണ നോക്കി. എന്റെ കയ്യില് നിറയെ ബുക്ക്, നിറയെ ടോട്ടം, നിറയെ ഇത്. ഡോമിനി സ്പോട്ടില് ഇതെവിടെയോ കണ്ടിട്ടല്ലോ. ഏത്? ആ പിസ്റ്റണെന്ന് കാണിച്ചത്. അത് പോടാ ഇവിടുത്തെ ഇതിലെന്ത് നോക്കിയാ ടോട്ടം നിറച്ചിട്ട് പോകും. ഓ ഇത് നമുക്ക് വേണ്ടി വെച്ചിക്കപ്പോ. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യണ്ട. അപ്പൊ അത് യൂട്യൂബിൽ ഇറങ്ങി അവരറിയും തിരിച്ചാണ്. ഞാൻ ഷീൽഡല്ലേ എടുത്തുള്ളൂ. ആ സെക്കൻഡ് അടുത്ത് ഞാൻ കാല് പിടിക്കാം. ഒരു ഷീൽഡല്ലേ? ഷീൽഡിന് കാര്യമാണ്. അവരൊക്കെ പൊട്ടന്മാരായിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കയറില്ല. പ്ലീസ്, ഇതിന്റെ ഉള്ളിൽ കയറില്ല. ഇതൊക്കെ കാണുമ്പോ എന്തോ.
അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി ട്രയൽ ചേമ്പറിൽ പോകാമെന്ന് തീരുമാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ വോയിസ് ഫയൽസ് കറപ്റ്റഡായി. അതുകൊണ്ട് തന്നെ ട്രയൽ ചേമ്പറിൽ ഞങ്ങൾ സംസാരിച്ചിരുന്ന ഒന്നും തന്നെ കിട്ടിയില്ല. ബട്ട് ട്രയൽ ചേമ്പറിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. ബ്രീസ്, സ്കെലിറ്റൺസ് അവരൊന്നും വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നെ മെയിൻ ഇവൻ്റ് തുടങ്ങിയത് ബേബി സോംബീസ് വന്നപ്പോഴാണ്. അവിടെ ഉണ്ടായിരുന്ന ഓമിനസ് വോൾട്ടുകളൊക്കെ തുറന്നു. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ മാത്രം കിട്ടിയില്ല. മേസ്. ഈ ട്രയൽ ചേമ്പർ ഹണ്ട് ഭയങ്കര ഫണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല വോയിസ് റെക്കോർഡറുമായി വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ ബൈ.